അങ്ങനെ ഒരു ആൺകുട്ടി, ഒരേ ഒരു ആൺകുട്ടി പ്രഭുപാജിയുടെ അടുത്ത് പോയിട്ട് ഗീതയെക്കുറിച്ച് സംസാരിച്ചു. അടുത്ത ദിവസം പ്രഭുപാജി അവിടെ നിന്ന് പോകുന്നു ഇന്ത്യയിലേക്ക്, റഷ്യയിൽ നിന്ന്. അപ്പോൾ കൂടെ ഉണ്ടായ അസിസ്റ്റൻറ്റ് സ്വാമി ചോദിക്കുന്നുണ്ട്, പ്രഭു നമ്മൾ വന്നിട്ട് നമുക്ക് പ്രചരണമൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഇനി എന്ത് ചെയ്യും? റഷ്യയിൽ ആ മണ്ണിൽ ഞാൻ ഒരു വിത്ത് കൃഷ്ണാവബോധത്തിൻ്റെ ഇട്ടിട്ടുണ്ട്, ഇനി ആ വിത്ത് വളർന്നു. ഭഗവത്ഗീത പഠിക്കുകയാണോ അറിയുകയാണോ വേണ്ടേ? അറിയുകയാണ് വേണ്ടത്. ഇപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് ഭഗവത്ഗീത എങ്ങനെ പഠിപ്പിക്കാം? ഇപ്പം നമ്മുടെ ഈ ഒരു ഗുരുകുലത്തിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സാണ് പോകുന്നത്. അവർക്ക് ഞാൻ ഗീത പഠിപ്പിക്കുമ്പോൾ ആദ്യം ഗുരുവന്ദനമാണ് പഠിപ്പിക്കുന്നത്. ഗുരുവന്ദനം പഠിപ്പിച്ചതിന് ശേഷം ഗീത തുടങ്ങുകയാണ്. അതിൽ ഗീതയുടെ മംഗളാചരണം മുതൽ ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം എന്ന് പറഞ്ഞൊരു ഗീതാ ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തിലൂടെ ശ്ലോകം കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ചിട്ട് പിന്നെ ഈ പാർത്ഥൻ ആരാണ്, നാരായണൻ ആരാണ്, എന്താണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്നുള്ളത് പഠിപ്പിക്കും. നമ്മളിപ്പോൾ ചില കുട്ടികളെ കാണാറുണ്ട്, ഗീതയിലെ ഫുൾ ശ്ലോകം അറിയാം, അർത്ഥം അറിയാം, പക്ഷെ ജീവിതത്തിൽ അതില്ലല്ലോ. അവിടെയാണ് ആ ഗീത അറിയേണ്ട ആവശ്യകത വരുന്നത്. നമ്മൾ പഠിക്കുന്ന ശ്ലോകങ്ങളും അതിൻ്റെ ഭാവാർത്ഥങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുമ്പോഴേ അത് അറിയുന്നുള്ളൂ നമ്മൾ, അല്ലാതെ അറിയുന്നില്ല. ഇപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്നത് ഒരു 18 ശ്ലോകങ്ങൾ അധ്യായം ഉണ്ടെങ്കിലും വേഗം വേഗം ഗീത എടുത്ത് തീർക്കണം എന്നൊരു താല്പര്യം എനിക്കില്ല, ഞാനത് ചെയ്യാറുമില്ല. 2 ശ്ലോകം അല്ലെങ്കിൽ ഒരു 3 ശ്ലോകം എടുത്ത് ആ ശ്ലോകം കുട്ടികളെ കൊണ്ട് ആദ്യം 3 പ്രാവശ്യം പറയിപ്പിച്ചിട്ട് ഈ ശ്ലോകത്തിൽ നിങ്ങൾ കാണുന്ന ഓരോരോ വാക്കുകൾ ഉണ്ടാവും, വേർഡ്സായിട്ട് ഉണ്ടാവും. ആ വേർഡ്സുകളെ അവരോട് ഞാൻ തരംതിരിക്കാൻ പറയും. അപ്പം ഓം പാർത്ഥായ പ്രതിബോധിതാം അങ്ങനെ തരണം ചെയ്ത് വരുമ്പോൾ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും എന്ത് മനസ്സിലായി ഈ വേർഡിൽ നിന്ന്. എല്ലാവർക്കുള്ളിലും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ, ചിലപ്പോൾ ശരിയാവാം, ചിലപ്പം തെറ്റാവാം. എന്നിട്ട് അതൊരു കഥാരൂപേണ പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക്. കഥ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കുട്ടികളുമില്ല. വലിയ മുതിർന്നവർക്കും ഇഷ്ടമാണ്, പറയാനും ഇഷ്ടമാണ്, കേൾക്കാനും ഇഷ്ടമാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കി ചൊല്ലിയത് കൊണ്ടോ അതിൻ്റെ ഭാവാർത്ഥം ഒരു സ്റ്റേജിൽ പോയിരുന്ന് പറഞ്ഞത് കൊണ്ടോ ആയില്ല. ആ അതീന്ദ്രിയ രഹസ്യത്തെ നമ്മൾ മനസ്സിലാക്കണം. ഗീത ട്രൈ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഒരു പേജ് മനസ്സിരുത്തി വായിച്ചിട്ട് 10ാമത്തെ പേജിലെത്തി വീണ്ടും ആദ്യത്തെ പേജിലേക്ക് വരുമ്പം ആദ്യം മനസ്സിലാക്കിയ അർത്ഥമായിരിക്കില്ല രണ്ടാമത്. ഓരോ വാക്കിനും കോടാനുകൂടി അർത്ഥങ്ങളാണ് ഗീതയിൽ. അതുകൊണ്ട് ഗീതയെ വിളിക്കുന്ന പേരെന്നെ അതീന്ദ്രിയ രഹസ്യം എന്നാണ്. അത് അർജുനനെ പോലെ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അല്ലാതെ മനസ്സിലാവില്ല. ഗീത മനപ്പാടാക്കുന്നതിലൊന്നും ഒരു അർത്ഥവും ഇല്ല. കോമ്പറ്റീഷന് വേണ്ടി ചെയ്തോളൂ, പക്ഷേ ഗീത മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം രക്ഷപ്പെട്ടു. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ മാനുവലാണ് ഗീത. അത് ഭഗവത്ഗീതയാണ്, ഭഗവാന്റെ ഏറ്റവും വലിയ നിമിഷമാണത്. അത് നമ്മൾ മനഃപ്പാഠമാക്കല്ല ചെയ്യേണ്ടത്, ജീവിതത്തിൽ പകർത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മളോട് വെറുത്താലും ദേഷ്യം കാണിച്ചാലും നമുക്ക് കാര്യം മനസ്സിലാവും. യുഗങ്ങൾക്ക് മുൻപേ ഭഗവാൻ ഇത് പഠിപ്പിച്ചു വെച്ച് പോയിരിക്കുകയാണെന്നുള്ളത്. അങ്ങനെ ഗീതയിലെ ഓരോ വാക്കുകൾക്കും ഉണ്ട് അർത്ഥങ്ങൾ, കോടാനുകൂടി അർത്ഥങ്ങളുണ്ട്. ഒരു പ്രാവശ്യം ഗീത മൊത്തം വായിച്ചെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി ഒരിക്കലും വലുതാവുന്നില്ല. അതിൽ ഓരോ അർത്ഥങ്ങളും മനഃപ്പാഠമാക്കുന്നതിന് പകരം ഹൃദിസ്ഥമാക്കണം. നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം ആ വാക്കുകൾ, ആ വാക്കിൻ്റെ അന്തരാർത്ഥങ്ങൾ. ഓടിച്ചു പോയി വായിച്ച് തീർക്കാനുള്ളതോ ക്ലാസ് കേട്ട് തീർക്കാനുള്ളതോ അല്ല ഗീത. ഇപ്പോൾ പല വേദവ്യാസ സ്കൂളുകൾ, വിവേകാനന്ദ സ്കൂളുകൾ പോലെയുള്ള സ്കൂളുകളിൽ ഗീതാ പഠനം കൊടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായം അങ്ങനെ കൊടുക്കണ്ട. ഗീതയിൽ എന്താണ് ഭഗവാൻ പറഞ്ഞത് എന്ന് ശ്ലോകം വയസ്സും പറഞ്ഞു കൊടുക്കേണ്ട, ഭാവാർത്ഥവും ഒരു കഥാരൂപേണ പറഞ്ഞു കൊടുക്കുക. കഥാരൂപേണ പഠിപ്പിച്ചാൽ എൻ്റെ മക്കളെല്ലാം അത് ഓർത്തിരിക്കുന്നുണ്ട്. ഞാൻ അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് എവിടെയായിരുന്നു എടുത്തതെന്ന് വെച്ചാൽ ശ്ലോകം എൻ്റെ കുട്ടിക്ക് പറയാൻ കഴിയില്ല. പറയുന്ന കുട്ടികളുണ്ട്, എല്ലാവർക്കും പറ്റൂല. കാരണം എല്ലാവരിലും ഇപ്പോൾ സംസ്കൃതം തലയിൽ നിൽക്കുമോ? നമുക്കും നിൽക്കില്ല. നിൽക്കുന്ന കുറേ നല്ല വ്യക്തികളുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല, നമ്മൾ അവരെ ബഹുമാനിക്കുന്നു, അതിനുള്ള കാരുണ്യം അവർക്ക് കിട്ടിയല്ലോ, നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ കഥ കുട്ടികൾ പറയും, മാതാജി ഇതാ ഇവിടത്തെ ഈ കഥ എടുത്തത് ഇതുവരെ എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? അവരുള്ളിൽ അത് തങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്ലോകം വയസ്സ് പറയുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഥാരൂപേണ പഠിപ്പിച്ചാൽ അത് അവർ മറക്കില്ല. അങ്ങനെ അവർ മാറി 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 വരും. ഇപ്പോൾ ഗുരുകുലത്തിലെ കുട്ടികളൊക്കെ ഡെയിലി അവർ തന്നെ സ്വയം എഴുന്നേറ്റ് ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അവർ ഭൂമി വന്ദനം ചെയ്ത് അവർ തന്നെ കുളിച്ച് സാത്വിക് ഫുഡ് കഴിച്ച് ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ പിന്നാലെ ഒന്നും പോകാതെ, മൊബൈൽ പോലും എൻ്റെ മക്കൾ 9:30 ശേഷം യൂസ് ചെയ്യില്ല. എനിക്ക് അവരെ കിട്ടണമെങ്കിൽ അവരുടെ പാരൻസിനെ വിളിക്കാം, അവർ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കും. എൻ്റെ മോനെ അടക്കം ഞാൻ അങ്ങനെയാണ് ട്രെയിൻ ചെയ്തത്, സ്വിച്ച്. കാരണം ഇതാണ് ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കുന്നത്, കിടന്നുകൊണ്ട് ഫോൺ നോക്കുക. അപ്പം അതിൽ നിന്നെല്ലാം മാറി ആ സമയത്ത് ഗീത കൊടുക്കണം വായിക്കാൻ. ആ ഭഗവത്ഗീതയിലെ
അന്തരാർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ഒരു കുട്ടിക്ക് സാധിച്ച, ശ്രീല പ്രഭുപാജി പറഞ്ഞതുപോലെ റഷ്യ എന്ന് പറയുന്നത് വലിയൊരു കമ്മ്യൂണിസ്റ്റ് പ്ലേസാണ്, സോവിയറ്റ് യൂണിയൻ. ഒരു രക്ഷയില്ല അവിടെയൊന്നും പ്രചരണം നടത്താൻ. അദ്ദേഹം പാശ്ചാത്യ ദേശങ്ങളിലെല്ലാം നടത്തി. ഗീത പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിന് റഷ്യയിൽ പോയപ്പം ഗീത ആ കൺട്രിയിലോട്ട് കയറ്റാൻ അവർ സമ്മതിച്ചിട്ടില്ല. പ്രഭുപാജിയോട് പറഞ്ഞ് ഗീത എയർപോർട്ടിൽ തന്നെ വെക്കണം, ഗീത ഇല്ലാതെ വേണം ഇറങ്ങാൻ എന്ന് പറഞ്ഞു. എവിടെ? റഷ്യയിൽ. അങ്ങനെ അദ്ദേഹത്തിന് തമാല ഗോസ്വാമിയാണെന്ന് തോന്നുന്നു, എനിക്ക് അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല ആരാ കൂടെ ഉണ്ടായിരുന്നു. പോയി മാസങ്ങളോളം താമസിച്ചു റഷ്യയിൽ. തിരിച്ചു പോരാൻ നേരം എവിടെ അദ്ദേഹം പോയതെന്നുള്ള ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചോദ്യം ചെയ്യാൻ വരും. ഇതെന്താ, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു സന്യാസിയല്ലേ, അപ്പോൾ ഇത് പറഞ്ഞുതരൂ എന്ന് പറയുമ്പോൾ പ്രഭുപാജിയുടെ ശിഷ്യൻ പറയും, നോക്കൂ നമ്മളടുത്ത് ഒരാൾ ചോദിക്കാൻ വന്നു. അപ്പോൾ പ്രഭുപാജി പറയേണ്ട, അത് പോലീസാന്ന് പറയും. ഇവിടെ നമ്മൾ പ്രചരണം ചെയ്യുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യാൻ വരുന്ന പോലീസുകാരാണ് അവർ. പറയണ്ട, ഭഗവാൻ അതിനൊരു വിത്തിടാനൊരു അവസരം വരുന്നു. അങ്ങനെ ഒരു ആൺകുട്ടി, ഒരേ ഒരു ആൺകുട്ടി പ്രഭുപാജിയുടെ അടുത്ത് പോയിട്ട് ഗീതയെക്കുറിച്ച് സംസാരിച്ചു. അടുത്ത ദിവസം പ്രഭുപാജി അവിടെ നിന്ന് പോകുന്നു ഇന്ത്യയിലേക്ക്, റഷ്യയിൽ നിന്ന്. അപ്പോൾ കൂടെ ഉണ്ടായ അസിസ്റ്റൻ്റ് സ്വാമി ചോദിക്കുന്നുണ്ട്, പ്രഭു നമ്മൾ വന്നിട്ട് നമുക്ക് പ്രചരണമൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഇനി എന്ത് ചെയ്യും? പ്രഭുപാജി പറയുന്നുണ്ട്, ഞാനൊരു വിത്തിട്ടിട്ടാണ് വന്നത്. റഷ്യയിൽ ആ മണ്ണിൽ ഞാൻ ഒരു വിത്ത് കൃഷ്ണാവബോധത്തിൻ്റെ ഇട്ടിട്ടുണ്ട്, ഇനി ആ വിത്ത് വളർന്നോളും. ഇന്ന് ഏറ്റവും കൂടുതൽ ഡിവോട്ടീസ് റഷ്യൻസാണ്. കൃഷ്ണ ഡിവോട്ടീസ് നോക്കിയാൽ റഷ്യയിൽ എന്താ അവരുടെ ഒരു ഭക്തി. അതൊക്കെ കാണാൻ നമ്മൾ മായാപൂർ വേണം. കൊൽക്കത്ത മായാപൂരിലൊക്കെ ചെന്നാൽ റഷ്യൻ ഡിവോട്ടീസ് നമ്മൾ അടുത്തൂടെ പോയപ്പോൾ അവർ കാണുന്നില്ല, നമ്മളെ അറിയുന്നില്ല. അവർ സങ്കീർത്തനം ചെയ്യുമ്പോൾ അവർ വേറെ ലോകത്തിരുന്നാണ് ചെയ്യുന്നത്. അത്രയും ഏകാഗ്രതയോടുകൂടി അവരത് സ്വീകരിച്ചു. കൃഷ്ണാവബോധം, കൃഷ്ണ കോൺഷ്യസ്നസ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? ഗീത സ്പ്രെഡ് ചെയ്യണം. വളരെ ആവശ്യകതയുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ. അതിനാദ്യം മാറേണ്ടത് പാരൻസാണ്. ഗീത ശരിക്കും എത്ര വയസ്സ് മുതൽ പഠിപ്പിച്ചു തുടങ്ങണം? ഗീത എൻ്റെ അഭിപ്രായത്തിൽ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് പഠിപ്പിച്ചു തുടങ്ങണം. ഒരു ഭ്രൂണം നമുക്കുള്ളിൽ വളരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം മുതൽ നമ്മളെ കുഞ്ഞിനെ പഠിപ്പിക്കണം. അങ്ങനെയുള്ള കഥകളൊക്കെ നമുക്കുണ്ടല്ലോ, ഇത്ര മാതാവിൻ്റെ കഥകളൊക്കെ ഉണ്ടല്ലോ നമുക്ക്. ആ ഗീത സന്താന ഗോപാലൊക്കെ അമ്മമാർ ജപിക്കുമ്പം ആ ഗീതയുടെ ശ്ലോകങ്ങൾ വായിച്ച് സ്വന്തമായിട്ട് കഥ പറയുമ്പോൾ ഉള്ളിലുള്ള ജീവൻ അത് അറിയുന്നുണ്ട്. അത് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല കൃഷ്ണഭക്തിയുള്ള കുട്ടികളെയാണ് നമുക്ക് കിട്ടുക. നല്ല ഭക്തിയും നല്ല ബോധമുള്ള മക്കളെ കിട്ടും. നമ്മൾ ആ കാലഘട്ടങ്ങളിൽ വയലൻ്റായി നിൽക്കണം, ആ കുട്ടിക്കും അതിൻ്റേതായ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഗീത പഠിപ്പിക്കാൻ ഏജ് ഇല്ല. ഭ്രൂണം മുട്ടിട്ട് കഴിയുമ്പോഴേ ഗീത പഠിക്കണം. അപ്പം മുതൽ പഠിക്കുന്ന ജന്മം എന്ന് പറഞ്ഞാൽ പുണ്യജന്മമാണ്, സുഹൃതമാണ്. അതിനൊക്കെ ഇന്ന് കുറേ മാറി വരുന്നുണ്ട് ആളുകൾ, കുറേയൊക്കെ മാറ്റം സംഭവിക്കുന്നുണ്ട് സത്സംഗങ്ങളിലൂടെ. ഇനിയും ഏറെ മാറാനിരിക്കുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഏജ്. നമ്മുടെ ഗുരുകുലം ക്ലാസ്സിൽ തന്നെ 2 വയസ്സായ മക്കളൊക്കെ ഉണ്ട്. അവർ കേട്ടിരിക്കും, കഥ കേട്ട് ഇങ്ങനെ ഇരിക്കും. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട്. 2 പേരെയും ഞാൻ ഈക്വലായിട്ടൊക്കെയാണ്. കാരണം ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അപ്പോഴാണ് ഗീത എടുത്തത്, അവളുടെ 20ാമത്തെ 21ാമത്തെ വയസ്സിൽ. 2 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പം അവനും അപ്പോഴാണ് ഗീത എടുത്തത്. ചിലപ്പോൾ അമ്മയുടെ ഭ്രൂണത്തിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ 2 പേരും ഈക്വലാണ്. ഗീതാ പഠനം തുടങ്ങുന്ന ഭ്രൂണമായാലും 50 വയസ്സുള്ള ആളാണെങ്കിലും ഗീതാ പഠനത്തിൽ തുല്യം തന്നെ. അവിടെ ഏജ് ഒരു മാനദണ്ഡമല്ല. നമസ്തേ. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.